പണ്ഡിത പരിതോഷവാദം, തിയറി ഓഫ് സ്കോളർ സാറ്റിസ്ഫാക്ഷൻ, മാത്യു അർണോൾഡ്. സാഹിത്യ നിരൂപണത്തെക്കുറിച്ചും വിവർത്തനത്തെക്കുറിച്ചും ചില തത്വങ്ങൾ അവതരിപ്പിച്ച നിരൂപകനാണ് മാത്യു അർണോൾഡ്. ഗ്രീക്ക് മഹാകവിയായിരുന്ന ഹോമറിൻ്റെ ഇലിയഡ് എന്ന കൃതിയുടെ വിവർത്തനങ്ങൾ പരിശോധിച്ച് വിവർത്തനത്തെപ്പറ്റിയും അതിൻ്റെ മൂല്യനിർണ്ണയത്തെപ്പറ്റിയും ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഓൺ ദ ട്രാൻസ്ലേഷൻ ഓഫ് ഹോമർ എന്ന ലേഖനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഹോമറിൻ്റെ രചനയുടെ ഫലം പുനഃസൃഷ്ടിക്കുകയാണ് വിവർത്തനത്തിൻ്റെ ധർമ്മം. ഹോമറിൻ്റെ രചനയുടെ ഫലം പുനഃസൃഷ്ടിക്കുകയാണ്. ഗ്രീക്കിൽ പരിജ്ഞാനവും കാവ്യ അഭിരുചിയും ആസ്വാദന ക്ഷമതയുമുള്ള പണ്ഡിതന്മാർക്ക് വിവർത്തനം തൃപ്തികരമായി അനുഭവപ്പെടുമ്പോൾ മാത്രമേ നല്ല വിവർത്തനമാവുകയുള്ളൂ. കാരണം പണ്ഡിതന്മാർക്ക് മാത്രമാണ് വിവർത്തനത്തെ വിലയിരുത്താൻ അർഹതയുള്ളൂ. ഇതാണ് പണ്ഡിത പരിതോഷവാദം. ഈ വാദഗതി കേൾക്കുമ്പോൾ യുക്തിസഹമെന്ന് തോന്നാമെങ്കിലും ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പണ്ഡിതരുടെ അഭിപ്രായം ഒരുപോലെയല്ല. അതിനാൽ ഏതുതരം പണ്ഡിതന്മാരെയാണ് ഇവ തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന പ്രശ്നം ഉടലെടുക്കുന്നു. മാത്യു അർണോൾഡിൻ്റെ മറ്റൊരു സാഹിത്യ വിമർശന സിദ്ധാന്തമാണ് നിഗക്ഷോഭല സിദ്ധാന്തം അഥവാ ടച്ച് സ്റ്റോൺ തിയറി. ഒരു ക്ലാസിക് കൃതിയുടെ മൂലരൂപവുമായി വിവർത്തനത്തെ തട്ടിച്ചു നോക്കണം എന്ന അഭിപ്രായമാണ് ഈ സിദ്ധാന്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു ക്ലാസിക് കൃതിയുടെ മൂലരൂപവുമായി വിവർത്തനത്തെ തട്ടിച്ചു നോക്കുക എന്നത്. ഇതിൽ എല്ലായ്പ്പോഴും സ്വോത്രഭാഷാ പ്രാധാന്യം വരുന്നു എന്ന പരിമിതി നിലനിൽക്കുന്നുണ്ട്.